സീറോ ഡെപ്റ്റ് എന്നതായിരുന്നു CJ റോയിയുടെ കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ പോളിസി. കോടികളുടെ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്തപ്പോഴും ഒരു ലോൺ പോലുമില്ലാതെ മുന്നോട്ടു പോകാൻ കഴിഞ്ഞതിനെക്കുറിച്ച് റോയ് പറഞ്ഞ വാക്കുകൾ അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷവും വൈറലാണ്. ലോണില്ലാതെ വിജയകരമായി പടുത്തുയർത്തിയ ബിസിനസ് സാമ്രാജ്യത്തെക്കുറിച്ച് CJ റോയ് അടുത്തിടെ ഒരു യൂട്യൂബ് അഭിമുഖത്തിൽ വ്യക്തമാക്കിയതാണ്. ആ അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: സ്വപ്നങ്ങളാണ് ഞങ്ങൾ വിൽക്കുന്നത്. പല ആളുകൾക്കും സ്വപ്നമാണ് വീട്. അതൊരു ജീവിതകാല സമ്പാദ്യം കൂടിയാണ്. അതിനാൽ തന്നെ ഒരു ബിൽഡറായ ഞാനൊരു ലോൺ എടുത്താൽ അതിന്റെ സുരക്ഷിതത്വം എന്താണ് എന്നതായിരുന്നു കോൺഫിഡന്റ് ഗ്രൂപ്പ് തുടങ്ങുമ്പോഴുള്ള ആദ്യത്തെ ചോദ്യം. നമ്മൾ ചെയ്യുന്ന പ്രൊജക്റ്റിലൊന്നും ലോൺ ഉണ്ടായിരിക്കാൻ പാടില്ല. നാളെ റിസഷനും ബൂമും ഒക്കെ സംഭവിക്കുന്നതാണ് നമ്മുടെ സമ്പദ് വ്യവസ്ഥ. ലോൺ ഉണ്ടെങ്കിൽ റിസഷൻ വരുമ്പോൾ മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ വിറ്റ സ്വപ്നം എന്താകും? അതുകൊണ്ടാണ് നിർമ്മാണത്തിനായോ പ്രൊജക്റ്റിനായോ ലോൺ എടുക്കാത്തത്. ആ സ്വപ്ന ഭവനം കൃത്യമായി കൈമാറണം. എന്ത് റിസഷൻ വന്നാലും ഒരു പദ്ധതി പോലും മുടങ്ങരുതെന്നായിരുന്നു ലോൺ എടുക്കരുതെന്ന നിലപാടിന് പിന്നിൽ. 2 തവണ റിസപ്ഷൻ വന്നപ്പോഴും ഒരു പദ്ധതി പോലും നിർത്തിവയ്ക്കേണ്ടി വരാത്തത് സീറോ ഡെപ്റ്റ് പോളിസി കൊണ്ടായിരുന്നു. ലോണില്ല, റീപേയ്മെന്റ് ഇല്ല, നിക്ഷേപകരില്ല, പ്രൈവറ്റ് ഇക്വിറ്റിയോ പ്രൈവറ്റ് ഫണ്ടോ ഇല്ല എന്ന അഭിമാനത്തോടെ പറയുന്ന ബിസിനസ്സുകാർ അപൂർവമാണ്. CJ റോയ് ഇത്തരത്തിൽ അപൂർവമായ കാഴ്ചപ്പാടുകൾ കൂടി വെച്ചു പുലർത്തിയിരുന്ന ബിസിനസ്സുകാരനായിരുന്നു. ലോൺ കിട്ടില്ലെന്ന് വിചാരിച്ചാൽ മതി, അപ്പോൾ ബിസിനസ് തുടങ്ങിയാൽ മറ്റ് സാധ്യതകൾ തേടുമെന്നതാണ് ലോണില്ലാതെ മുന്നോട്ടു പോകാനുള്ള ടിപ്പായി റോയ് ചൂണ്ടിക്കാണിച്ചത്. അതേസമയം ഇങ്ങനെ കടബാധ്യതയില്ലാതെ മുന്നോട്ടു പോകുന്ന ബിസിനസ്സുകാരൻ എന്താണ് സമ്മർദ്ദത്തിലായതെന്ന് ഈ ഒരു കാര്യത്തിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ല. അതേസമയം ദിവസങ്ങളായി തുടരുന്ന ആദായ നികുതി റെയ്ഡ് മൂലം സമ്മർദ്ദം കലശലായിട്ടുണ്ടെന്ന് റോയ് പലരോടും പറഞ്ഞിരുന്നു. ഇതിലേക്ക് വഴിവെച്ചത് എന്താണ് എന്നാണ് ഉയരുന്ന ചോദ്യം. ദുരൂഹമായ സാമ്പത്തിക ഇടപാടുകൾ അദ്ദേഹത്തിനുണ്ടായിരുന്നോ എന്നാണ് ചോദ്യം. ആദായ നികുതി വകുപ്പിന്റെ അന്വേഷണം അദ്ദേഹത്തിനെത്തിയ ചില ഫണ്ടുകളെ കുറിച്ചാണെന്നും റിപ്പോർട്ടുകളുണ്ട്. ബിസിനസ് സാമ്രാജ്യത്തിന്റെ തകർച്ച മുന്നിൽ കണ്ട് ജീവനൊടുക്കി ജീവിതം അവസാനിപ്പിച്ച VG സിദ്ധാർത്ഥയുടെ അവസ്ഥ അടക്കം റോയിയുടെ മരണത്തിൽ പരാമർശിക്കപ്പെടുന്നുണ്ട്. കടം 8000 കോടിയിലെത്തിയപ്പോഴായിരുന്നു അദ്ദേഹം നേത്രാവതി പുഴയിൽ ചാടി ജീവനൊടുക്കിയത്. പക്ഷെ പിന്നീട് കുടുംബം ആസ്തികൾ വിറ്റ് കടം വീട്ടി മുന്നോട്ടു പോകുന്നതാണ് കണ്ടത്. എന്നാൽ റോയിക്ക് കടം ഇല്ലായിരുന്നു എന്നാണ് കുടുംബവും പറയുന്നത്. ഇതോടെ എന്താണ് സംഭവിച്ചത് എന്ന ചോദ്യം പ്രസക്തമാവുകയാണ്. 36-ാം വയസ്സിൽ താൻ സ്വന്തമായി വിമാനം വാങ്ങിയെന്ന് ഇൻസ്റ്റാഗ്രാമിലെ വീഡിയോയിൽ റോയ് പറയുന്നുണ്ട്. വിമാനത്തിന്റെ ചിത്രവുമുണ്ട്. പിന്നീട് ഹെലികോപ്റ്ററുകളും സ്വന്തമാക്കി. 12 റോൾസ് റോയ്സ്, ബുഗാറ്റി, ലംബോർഗിനി പോലുള്ള കാറുകളുടെ വലിയ ശേഖരം. അത്തരം കാറുകൾക്ക് വർഷം 60 ലക്ഷം രൂപ പരിപാലന ചെലവുണ്ട്. ഒരു ബുഗാറ്റി കാറിന്റെ ടയറിൽ ആണി തറച്ചപ്പോൾ 4 വീലുകളും ഫ്രാൻസിലേക്ക് അയച്ച് 6 മാസം കഴിഞ്ഞാണ് തിരിച്ചെത്തിച്ചത്. ഒരു പഞ്ചർ ഒട്ടിക്കാൻ ചെലവ് 50 ലക്ഷം. റോയ് തന്നെയാണ് ഒരു അഭിമുഖത്തിൽ ഇക്കഥ പറഞ്ഞത്. അവിടെയാണ് ഇനിയും ചുരുളഴിയാനുള്ള അനേകം രഹസ്യങ്ങളും ആത്മഹത്യയുടെ കാരണങ്ങളുമുള്ളത്. 0 കടം എന്ന് അദ്ദേഹം എവിടെയും പറഞ്ഞിരുന്നു. ഇതെങ്ങനെ പ്രായോഗികമാകും എന്ന ചോദ്യം ഉയർത്തുന്നവരും നിരവധിയാണ്.